ക്രിസ്തുമസ് നമ്മുടെ നാട്ടിൽ മാന്യസദസ്സിന് നമസ്കാരം. ആഗതമായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു. ദൈവം മനുഷ്യനായി അവതരിക്കുന്ന ഈ പുണ്യദിനം, അതാണ് ക്രിസ്തുമസ്. പുത്തൻ നക്ഷത്ര വെളിച്ചവുമായി വീണ്ടും ഒരു ക്രിസ്തുമസ് ആഗതമായിരിക്കുന്നു. സ്നേഹത്തിൻ്റെ സദ്വാർത്തയുമായി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ദൈവപുത്രൻ അവതരിക്കുന്നു. ശാന്തിയുടെ, സൗഹൃദത്തിൻ്റെ, മാനവികതയുടെ പ്രകാശകിരണങ്ങൾ ഭൂമിയിലെങ്ങും തളം കെട്ടി നിൽക്കുന്നു. കിഴക്ക് കണ്ട നക്ഷത്രം മാലാഖമാരെ ആനന്ദ നിവൃത്തിയിലെത്തിച്ചു. ആ ഓളം തള്ളൽ കീർത്തനമായി ഒഴുകിയപ്പോൾ അവർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ ക്രിസ്തുമസിൻ്റെ പുതുലഹരിയിൽ നമുക്കും മാനവ സൈന്യത്തോടൊപ്പം പാടാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഏറെ പ്രതീക്ഷകൾ പൂവണിയുന്ന, നന്മകൾ നിറയെ വിരിയുന്ന, സമാധാനവും സന്തോഷവും പ്രസരിക്കുന്ന ക്രിസ്തുമസ് മംഗളങ്ങൾ നാട്ടിലെമ്പാടും ഏറെ സ്നേഹത്തോടെ കൈമാറുന്ന സുന്ദര നിമിഷങ്ങളാണ്. മരം കോച്ചുന്ന തണുപ്പത്ത് മഞ്ഞിൻ്റെ കുളിരേകുന്ന ഈ മനോഹര ക്രിസ്തുമസ് കാലം ബാലകാല ഓർമ്മകളുടെ മണിച്ചെപ്പിൽ നിന്നും ഒപ്പിയെടുക്കുന്ന മധുരിക്കുന്ന ഓർമ്മകളാണ്. ക്രിസ്തുമസ് കാലം വരുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത്, ഞങ്ങളുടെ നാട് ഒരു ഗ്രാമപ്രദേശമാണ്. മൊട്ടക്കുന്നുകളും ചെറു അരുവികളും പാറക്കെട്ടുകളിലൂടെ വെള്ളിയരഞ്ഞാണം പോലെ ഒലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടവും തടിപ്പാലങ്ങളിട്ട ചെറിയ തോടുകളും അതിനു ചുറ്റും വയലുകളും പച്ചപ്പട്ട് വിരിച്ച തെങ്ങിൻ തോപ്പുകളും താഴ്വാരങ്ങളും മലയോരങ്ങളുമെല്ലാം ഇവയ്ക്കെല്ലാം മനോഹാരിത കൂട്ടിക്കൊണ്ട് കുന്നിൻ ചെരുവുകളിൽ കൊച്ചു ദേവാലയങ്ങൾ. ക്രിസ്തുമസ് കാലം വലിയവർ മുതൽ കൊച്ചു കുട്ടികൾ വരെ മത്സ്യമാംസങ്ങളെല്ലാം വർജിച്ച് നോമ്പും ഉപവാസവും ത്യാഗങ്ങളും അനുഷ്ഠിച്ച് മരം കോച്ചുന്ന തണുപ്പത്ത് താടുകൾ കൂട്ടിയടിച്ച് മലകൾ താണ്ടി കിലോമീറ്ററുകൾ നടന്ന് ദേവാലയത്തിൽ പോവുകയും വിശുദ്ധ കുർബാനയിൽ ഭയഭക്തിയോടെ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. വീടുകളിലെല്ലാം ഈറ്റക്കമ്പുകൾ ചീകി മിനുക്കി നക്ഷത്രങ്ങളുണ്ടാക്കി പലവിധ വർണ്ണക്കടലാസികൾ ഒട്ടിച്ച് വലിപ്പ ചെറുപ്പമനുസരിച്ച് മനോഹരമായി നക്ഷത്രങ്ങൾ നിർമ്മിച്ച് അതിൽ തിരികൾ കത്തിച്ചു വച്ച് ഉമ്മർത്തും കൊച്ചു ചെടികളിലും മരങ്ങളിലും കെട്ടിത്തൂക്കിയിട്ട് മനോഹരമായ പുൽക്കുടികൾ വൈക്കോലുകളും മറ്റും വെച്ചുണ്ടാക്കി കൊച്ചു മെത്തമേൽ കുഞ്ഞുടുപ്പിടിപ്പിച്ച് ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ വയ്ക്കുകയും ബലൂണുകൾ കെട്ടിത്തൂക്കി ഓലപ്പടക്കങ്ങൾ പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമെല്ലാം ക്രിസ്തുമസിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ. കരോൾ ഗാനങ്ങളുടെ ഈരടികൾ കേട്ട് ഉറക്കം കെടുത്തിയ ദിവസങ്ങൾ, കാത്തിരിപ്പിൻ്റെ വേളകൾ. ഓലമേഞ്ഞ കൊച്ചു വീടുകളിൽ റാന്തൽ വെളിച്ചത്തിൽ കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പത്ത് ക്രിസ്തുമസ് അപ്പൂപ്പൻ വരുന്നതും കാത്തുള്ള ഇരിപ്പ്. ക്രിസ്തുമസ് ദിനങ്ങളാകുമ്പോൾ ദേവാലയങ്ങളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നും വായനശാലകളിൽ നിന്നുമെല്ലാം പെട്രോൾ മാക്സുകൾ കത്തിച്ച് ട്രിമ്മുകൾ കൊട്ടി കോച്ചി വിറയ്ക്കുന്ന തണുപ്പത്ത് മനോഹരമായ കരോൾ ഗാനങ്ങൾ പാടി സാന്തക്ലോസ് അപ്പൂപ്പനോടൊപ്പം ചുവടുകൾ വെച്ച് വൈദികരടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ വരികയും പാതിര കുർബാനയ്ക്ക് ചൂട്ട് കത്തിച്ച് എല്ലാവരും ഒത്തൊരുമയോടെ പോവുകയും ഉണ്ണീശോ പിറക്കുന്ന വേളയിൽ പടക്കങ്ങൾ പൊട്ടിച്ചാഘോഷിക്കുകയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആശംസകൾ പങ്കിട്ട് കേക്കുകൾ വിതരണം ചെയ്ത് എല്ലാവരും പിരിയുകയും ബന്ധുക്കളും മിത്രങ്ങളും അടങ്ങുന്ന ആഘോഷങ്ങളും പങ്കുവയ്ക്കലിൻ്റെ കൂട്ടായ്മയും ഇതെല്ലാം പഴയകാല ഓർമ്മയുടെ നിറക്കൂട്ടാണ്. നമ്മുടെ നാടും വീടും ഹൃദയവും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരേ ഒരു ആഘോഷമാണ് ക്രിസ്തുമസ്. അപാലവൃത്തം ജനങ്ങളും വർഷത്തിൽ ഒരു പ്രാവശ്യം ആഘോഷിക്കുന്ന പിറന്നാൾ ദിനം. എല്ലാ മനുഷ്യരുടെയും പാവങ്ങൾ മോചിച്ച് അവരെ രക്ഷിക്കുവാൻ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചതാണ് യേശുക്രിസ്തു. ഏകദേശം 3.9 ദശലക്ഷം ക്രിസ്ത്യൻ ജനസംഖ്യയാണ് ഭാരതത്തിൽ. എങ്കിൽ നാനാത്വത്തിൽ ഏകത്വം ആഘോഷിക്കുന്ന നമുക്ക് ക്രിസ്തുമസ് തീർച്ചയായും ഒരു ആഘോഷമാണ്. അക്രമവും തീവ്രവാദവും അസഹിഷ്ണുതയും സ്ത്രീ പീഡനങ്ങളും നാട്ടിൽ കളിയാടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ
എല്ലാ മനുഷ്യമക്കളും പരമപ്രധാനമായി ആഗ്രഹിക്കുന്നത് എന്നും സമാധാനം ഉണ്ടായിരിക്കുക എന്നതാണ്. എന്നും ഈ സമാധാനം കാത്തു സൂക്ഷിക്കാം എന്നതിനുള്ള ഒരു പോംവഴി നമ്മോട് വിളിച്ചോതുന്ന സന്ദേശമാണ് ക്രിസ്തുമസ്. പഴയ കാലങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി വർഷങ്ങൾ കൊഴിഞ്ഞപ്പോൾ, കാലങ്ങൾ മാറിമറിഞ്ഞപ്പോൾ, ഗ്രാമീണ ഭംഗിയാൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ. ഡിസംബർ പടിവാതിക്കൽ എത്തുമ്പോഴേ ആഘോഷങ്ങളുടെ ആർപ്പുവിളികൾ ആയിക്കഴിഞ്ഞു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ദീപാലങ്കാരങ്ങളും 25 ദിവസം ആരെയും കാണിക്കാതെ നെഞ്ചിലൊളിപ്പിക്കുന്ന ക്രിസ്മസ് ഫ്രണ്ടും സമ്മാനങ്ങളുമായി വരുന്ന സാന്താക്ലോസ് അപ്പൂപ്പനുമൊക്കെ നമ്മുടെ ഓർമ്മകളിലെ രസക്കൂട്ടുകളാണ്, ഹൃദയത്തിലെ തുടിപ്പുകളാണ്. ആധുനിക യുഗത്തിൽ തെർമോക്കോളുകൾ മറ്റും ഉപയോഗിച്ച് വലിയ ഗോപുരങ്ങൾ പോലുള്ള പുൽക്കൂടുകൾ നിർമ്മിച്ച് മാല ബൾബുകളും ക്രിസ്തുമസ് ട്രീകളും നിറവർണ്ണങ്ങളുടെ ഉള്ള നക്ഷത്രങ്ങൾ പലതരത്തിലും രൂപത്തിലും വിപണിയിൽ നിന്നും വാങ്ങിയും മത്സരബുദ്ധിയോടെ ഇടവകകളിലും സംഘടനകളിലുമായി നടത്തുന്ന പുൽക്കൂട് മത്സരവും അതിനായി പരക്കം പായുന്ന കുട്ടികളും മുതിർന്നവരുമൊക്കെ ഓർമ്മയിൽ നിറദീപം പോലെ തെളിഞ്ഞു വരുന്നു. കണ്ണിനെ അതിശയിപ്പിക്കുന്ന, നാവിൽ വെള്ളമൂറുന്ന എത്ര തരം കേക്കുകളാണ് വിപണിയിലെത്തുന്നത്. പ്രായം തിരിച്ചുള്ള മത്സരങ്ങളും ക്രിസ്തുമസ് കരോളുകളും പാതിരാ കുർബാനയുമൊക്കെ. നമ്മുടെ നാട്ടിൽ ക്രിസ്തുമസ് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂടി ആഘോഷമാണ്. ഇവയൊക്കെ കുളിരണിയിക്കുന്ന അനുഭവങ്ങളാണ്. കർത്തവ്യബോധത്തിൻ്റെ ആവശ്യകത എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് യേശു പിതാവിൻ്റെയും മറിയത്തിൻ്റെയും യാത്ര നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഗർഭിണിയായ മറിയത്തോടൊപ്പം പേരെഴുതിക്കാനായി ബേത്ലഹേമിലേക്ക് അവർ നടന്നത് മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും നിയമങ്ങൾ അനുഷ്ഠിക്കേണ്ടതുമാണ് എന്നറിയിക്കുന്നതിനും വേണ്ടിയാണ്. ക്രിസ്തുമസിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾക്കും ചിന്തകൾക്കും ഉപരിയായി കരുണയിലൂടെയും നീതിയിലൂടെയും അനുരഞ്ജനത്തിലൂടെയും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നാട്ടിലും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കുന്നതിന് ക്രിസ്തുമസ് ആഘോഷം നമ്മെ സഹായിക്കട്ടെ. എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ കൂടുതൽ മധുരമേറിയതാക്കാൻ, വിലയുള്ളതാക്കാൻ, മൂല്യമേറിയതാക്കാൻ കഴിയുന്ന അവസരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.